ഗൈസ്, നമ്മളിപ്പോ നിൽക്കുന്നത് കൺവെൻഷൻ സെന്റർ അല്ലേ, KLC കൺവെൻഷൻ സെന്ററിന്റെ ഫ്രണ്ടിലാണ്. ഇതിന്റെ ഇവിടെയാണ് നമ്മൾ അക്വേറിയ കാണാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഇതിന്റെ ഉള്ളിലായിട്ടാ അല്ലേ, ഇതിന്റെ ഉള്ളിലാണ്. അപ്പൊ നമുക്ക് പോയി നോക്കാം, എങ്ങനെയാണെന്ന് പോയി നോക്കാം. ഓക്കെ, നമ്മളപ്പോ അക്വേറിയയിലേക്ക് പോവാണ്. അപ്പൊ നമ്മള് അക്കരയുടെ ഉള്ളിലേക്ക് കയറിയിരിക്കുവാണ്. അപ്പൊ ആദ്യം കണ്ടത് പിരാനാണ്. പിരാന ഈ മീനിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് വളരെ മനുഷ്യരെ വരെ കഴിക്കാൻ ഇതിന് കഴിവുണ്ടെന്നാണ് പറയുന്നത് അല്ലേ. ഇതാണെങ്കിൽ ഉണ്ടല്ലോ, ഇതിന്റെ ഇരേനെ ഇത് ഒരു 30 സെക്കൻഡിനുള്ളിൽ അതിന്റെ ഫ്രഷ് മൊത്തം ഇതിന് 60 to 60 സെക്കൻഡിനുള്ളിൽ ഇത് തിന്നാൻ പറ്റുന്നതാണ്. അത് ഇവരൊരു 10-30 പേര് ഒരുമിച്ച് കൂടി വന്നാണ് അതിന്റെ ഇരയെ കഴിക്കുന്നത്. പിന്നെ ഇത് കഴിച്ചതിന് ശേഷം ഇത് പോയി ഉണ്ടല്ലോ ഒളിച്ചിരിക്കും, ഇങ്ങനെ ഈ പച്ചക്കറിയും അതുപോലുള്ളടത്ത് ഒളിച്ച് കയറിയിരിക്കും. എന്നിട്ടാണ് അതിനാണ് ചേസ് ചെയ്ത് നമ്മളെ കൊടുക്കുന്നത്. ഇതൊക്കെയാണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്. ഇതിന് 25 വർഷമാണ് അതിന്റെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത്. ഒളിച്ചിരിക്കുന്ന മീൻ ഗൈസ്, അടിപൊളിയാണ്. ഇവിടെ മീനൊക്കെ ഒളിച്ചിരിക്കും, നല്ല രസമാണ്. അവിടെ ഇതിങ്ങനെ കല്ല് വെച്ചിട്ട് ഇങ്ങനെ ഉണ്ടോ, കല്ലിന്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ വെള്ളമൊക്കെ ഇങ്ങനെ ഒഴുകി കൊടുക്കുകയാണ്. അവർക്ക് നാച്ചുറലി ഉള്ള ഒരു ഫീൽ കൊടുക്കാനാണ്. ഇതിന്റെ ഉള്ളൊരു മീൻ കിടക്കുന്നുണ്ട്, ചത്തൊന്നുമില്ല, അവിടെ കിടക്കുന്നതാണ്. അടുത്തതാണ് ഇവിടെ സ്റ്റാർ ഫിഷ്. ഇത് കിട്ടുന്നുണ്ടാവും, ഞാൻ തരാം. തൊട്ടോ ഷോക്കടിക്കോ, തൊട്ടിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? അതിന് ടച്ച് ചെയ്യാൻ എനിക്ക് സ്റ്റാർ ഫിഷിനെ തൊടാൻ പോകുന്നു. ഒന്നും ചെയ്തില്ല. നീല കളറിലെ കുഞ്ഞു മീൻ, നല്ല രസമുള്ള മീനാണ് ഗൈസ്. നീല കളറിലെ കണ്ടോ, പൊന്മാൻ നീല കളറിലെ മീൻ. ഞാൻ ആദ്യമായിട്ടാണ് ഈ നീല കളറിലെ മീനെ കാണാൻ, നല്ല ഭംഗിയുണ്ട്. എനിക്ക് അവിടെ ചെന്ന് കഴിയുമ്പോൾ അബി എനിക്ക് മീനെ മേടിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അടിപൊളി മീൻ കേട്ടോ. ഇത് ആദ്യം എടുത്താൽ നീല കുത്തുള്ള മീൻ. ബാ മീനെ ബാ. വീട്ടിൽ കൊണ്ട് കറിയൊക്കെയായിരുന്നു. തൊടാൻ പറ്റുമോ? ചിലപ്പോ ചത്തു പോകും. ഇത് ഏത് ഫിഷ്? നിനക്ക് എന്നെ തല്ലണോടാ, നിനക്ക് എന്നെ തിന്നണോടാ. മീർക്കാട്ട് ഇതാണ് മീർക്കാട്ട്. സാധനമാണ് മീർക്കാട്ട് അല്ലേ, മീർക്കാട്ട്. ഇതെന്ന് പറഞ്ഞാൽ സൗത്ത് ആഫ്രിക്കയിലൊക്കെ മാത്രം കണ്ടുവരുന്ന ഒരു സാധനമാണ്. സൗത്ത് ആഫ്രിക്ക, നംബിയ, ബോട്സ്വാന എന്നൊക്കെ പറഞ്ഞുള്ള സ്ഥലത്ത് കാണുന്നതാണ്. പിന്നെ ഇതിന് നമ്മളെ പോലെ ഇങ്ങനെ 2 കാര്യം നിൽക്കാൻ പറ്റും. ഇതിന് 12 വർഷമാണ് ഇതിന്റെ ആയുസ്. ഡ്രൈ ഏരിയ മാത്രമേ ഇത് കാണാൻ പറ്റുള്ളൂ. ഇത് കുഞ്ഞു കുഞ്ഞു ഇൻസെക്റ്റുകളെയും സ്മോൾ മാമൽസ്, ഫ്രൂട്ട്സ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് ഇത്. നമ്മുടെ അവിടെ നിന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. നിൽക്കുന്നു, അത് നിൽക്കുന്നതിന്റെ വീഡിയോ എടുക്കും. ഇതാണ് നിൽക്കുന്നത്, കണ്ട 2 കാലം നിൽക്കുന്ന കണ്ട, അതാണ് അങ്ങനെ നിൽക്കാൻ പറ്റുന്നതിന്. ഇതാണ് ഹായ് ഗൈസ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിക്കോ, ഒന്ന് കാണിച്ചു കൊടുത്തേരെ. ഇവിടെ കണ്ടോ, ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മിനിയേച്ചർ എക്കോ സിസ്റ്റം ആണ്. എല്ലാം ഇവിടെ അവർ അതിൻ്റെതായ ടെമ്പറേച്ചറിലൊക്കെ വെച്ചിട്ട് അതിനിങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് ഇത് കേട്ടോ. ശരിക്കും അതിന്റെ ടെമ്പറേച്ചറൊക്കെ കറക്റ്റ് ഇത് എത്തിയല്ലേ. ടെമ്പറേച്ചർ കറക്റ്റ്
വെള്ളത്തിലുള്ള ജീവികളുണ്ട്, നമ്മുടെ കരയിലുള്ള നമ്മുടെ ഈ എന്താ പറയുന്നത് കരയിലുള്ള ചെടികളും ഇതെല്ലാം കൂടെ ഒരുമിച്ച് ചേർത്ത് ചെയ്യുന്നുണ്ട്. ഒറിജിനൽ ചെടിയാണോന്നും അറിയത്തില്ല കേട്ടോ പ്ലീസ്, പക്ഷേ നല്ല ഒറിജിനൽ ചെടിയാണ്. നെക്സ്റ്റ് വണ്ണാണ് റെഡ് ലൈൻ ടോർപേഡോ ബാർബ്. റെഡ് ലൈൻ ടോർപേഡോ ബാർബ് നമ്മുടെ അടുത്ത് ഇത് എൻഡേഞ്ചേർഡ് സ്പീഷീസിനകത്ത് വരുന്ന എന്താ വെച്ച് കഴിഞ്ഞാൽ എൻഡേഞ്ചേർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരുപാട് ഹ്യൂമൻ പൊല്യൂഷനും ഇതൊക്കെ കാരണമല്ലേ ഇത് ഞാൻ തീർന്നു വരുന്നൊരു സ്പീഷീസ് ആണ്. ഇപ്പം ചിലപ്പോൾ നമുക്ക് ഇപ്പം നമ്മൾ നല്ല രസമുണ്ട്. നമ്മുടെ മറ്റേ നത്തോലി മീൻ സൺകൂടെ വരെ വരുന്നത് ഇവര് തമ്മിൽ എങ്ങനെ ഐഡന്റിഫൈ, എല്ലാവരും ഒരേപോലെയാണല്ലോ ഇരിക്കുന്നത്. അവർക്ക് ഐഡന്റിഫൈ ചെയ്താൽ പോരാ, നമുക്ക് ആ പ്രശ്നമില്ലല്ലോ. ഇപ്പൊ ബിട്ടൂന്ന് വിളിച്ചു കഴിഞ്ഞാൽ മുട്ടും വിളിയൊക്കെ. അടുത്താണ് ഹറേലിയം റസ്ബോറ. ഹർലേക്വിൻ റസ്ബോറ എന്ന് പറഞ്ഞൊരു സ്പീഷീസ്. ഹർലേക്വിൻ Males will compete with each other and perform a strange dance to attract the females. ഡാൻസ് ചെയ്ത് പെണ്ണുങ്ങളെ വളയ്ക്കും. അതാണ് മത്സരിക്കും, കോമ്പീറ്റ്. നിങ്ങൾ മത്സരിച്ചാലൊന്നും പെണ്ണുങ്ങളൊന്നും വീഴത്തില്ല. ഇതിൽ ആണുങ്ങൾ ആ കറുത്താന്ന് എനിക്ക് തോന്നുന്നല്ലേ. ആ പെൺകുട്ടികളാന്ന് തോന്നില്ല, സുന്ദരികളായിട്ട് നിൽക്കുന്ന കുട്ടികൾ. ഇതേതാണ്? ഇതിന്റെ പേരാണ് അനാക്സിൻഡ. Males will be more active to show off their best colors in the presence of non-specifics. നോക്കണേ, ക്യാമറയുടെ മണ്ടേ കയറി ഇരിപ്പുണ്ട്. അതിനെ സെപ്പറേറ്റ് എടുക്കണ്ടാണ്, ഒളിച്ചിരിക്കുകയാണ് ഗൈസ്. ആ കളർ വേറൊരു സാധനമല്ലോ, അതവനെ ഇങ്ങനെ ഇവിടെ എത്തി. ഇതിന്റെ കൂട്ടത്തിലുള്ളതല്ലോ. അതെ അതെ, അതിന്റെ മെയിലും ഫീമെയിലും ആരും ആണ്. അത് അമ്മാവനാ തോന്നുന്നു. അത് തന്നെ, ഇവരെയൊക്കെ നോക്കാൻ വേണ്ടി വന്നിരിക്കുന്ന ആളാണ്. ഇവർ തമ്മിൽ തമ്മിൽ എന്തെങ്കിലും. അതിന് അടുത്ത താഴെ ഗോൾഡ് ആംഗിൾ ഏഞ്ചൽ. Angel fish are not active swimmers with more relaxed. ഇതൊന്ന് കാണിച്ചു കൂടി, നല്ല രസമുണ്ട് കാണാൻ. ശരിയാണ്, ഏഞ്ചലിനെ പോലെ തന്നെയുണ്ട് വൈറ്റ് കളറില് അല്ലേ. ഓക്കെ, ഇതാണോ? അതെ, കുഞ്ഞു കുഞ്ഞു മീന. അല്ല, ഇതിനെയാണ് ആ ഫോട്ടോയിൽ ഇതാണല്ലോ. കുഞ്ഞത് വലുതാവുമ്പോ ഇങ്ങനെ ഇരിക്കും. അങ്ങനെയാണോ? ഓ, അത് ശരി. പോക്കാൻ പോയി വേണ്ട, എന്റെ ചെറിയ പ്രായമാണ് ഗൈസ്. കണ്ടോ പോകാണ്ട് തെണ്ടിത്തിരിഞ്ഞാണ്. ഇതിനൊക്കെ എന്ത് സുഖമല്ലേ, സ്കൂളിൽ പോയി. ഇനിയാണ് ഗൈസ് അടുത്ത വരുന്നത്. അടുത്തതാണ് ബ്ലൈൻഡ് കേവ് ഫിഷ് എന്ന് പറയും. ബ്ലൈൻഡ് കേവ്. Despite being blind, their highly sensitive sensory organ helps them detect changes in pressure and vibration for കണ്ണ് കാണാൻ പറ്റത്തില്ല കേട്ടോ ഗൈസ്, പാവമുണ്ട് ഗൈസ്. കണ്ണ് കാണാൻ പറ്റത്തില്ല ഗൈസ് കേട്ടോ. അത് കണ്ണുണ്ടല്ലോ വന്നിട്ട്. ജീവിക്കാൻ പറ്റും. ബ്ലൈൻഡ് ആയി പോയ എന്താ, കണ്ണില്ലേ അതിന്? നോക്കട്ടെ, നോക്കട്ടെ, സെർച്ച് നോക്കാം നമുക്ക് കണ്ണുണ്ടോന്നുള്ള. ഏതെങ്കിലും ദിവസം അതിന് അടുത്ത് വിട്ടട്ടെ. അവിടെ നിൽക്കും, അവിടെ നിൽക്കും. കണ്ണ് കാണുന്നില്ല, ശരിയാട്ടോ. കണ്ണ് കാണാത്ത മീനാണ്, പക്ഷെ അതിന് ഭയങ്കര ഹൈലി സെൻസിറ്റീവ് സെൻസറി ഓർഗൻ ഹെൽപ്പ് ചെയ്യും അതിനൊക്കെ പ്രൊഡക്റ്റീവ് ചേഞ്ചസ് പ്രശ്നമൊക്കെ മനസ്സിലാക്കാനായിട്ട്. അതിനതിന്റെ ഹൈലി കണ്ണുണ്ടോ നോക്കട്ടെ, കണ്ണ് കണ്ടു കഴിഞ്ഞാൽ ഞാൻ ശരിയാട്ടോ. കണ്ണില്ല, കണ്ണില്ലാത്ത മീനാണ് ഗൈസ്, പാവമാണ്. ചിലപ്പോ വീഡിയോ ആണ് എടുത്തത്. ദേ കിടക്കുന്നത് ഇലക്ട്രിക്കില്. കാണാൻ പറ്റുന്നു. വലുതാണോ? വെയിലല്ലേ. Electric eel. Electric eel bodies are packed with 6,000 specialists that act like tiny batteries, which they use to electrocute their prey before consuming them. കറണ്ട് അടിപ്പിക്കുന്നു. കറണ്ട് അടിപ്പിക്കുന്ന മീനിനെ കാണാൻ എല്ലാവരും നോക്കിക്കോട്ടെ. കറണ്ട് അടിപ്പിക്കുന്ന മീനാണ്. എന്താ അത് പൊങ്ങുന്നു കായ്. ഒരു മൈൻഡും ഇല്ലല്ലോ. Brazilian salmon pink body kingdom, one of the largest fish and European.
Alright, so right now you're in Jinpur area, all the money as an output area. And focus on creating very strong abuse. Do not leave your very strong at ഇതിന്റെ extension. മുകളിലേക്ക് വാ, നമ്മള് Thank you for your